ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. ആമേൻ. ഞാൻ ഉറക്കെ ഒന്ന് വായിക്കാം. മൂഢന്മാരെ, പുറം ഉണ്ടാക്കിയവൻ അല്ലയോ അകവും ഉണ്ടാക്കിയത്? അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. ആമേൻ. ഒരിക്കൽ നമ്മുടെ കർത്താവിനെ പരീശന്മാർ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു, മുത്താഴം കഴിക്കുന്നതിന് വേണ്ടി. അപ്പോൾ പരീശന്മാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുളിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. ആമേൻ. അപ്പോൾ കർത്താവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുളിക്കാതെ വന്നു. അവർ ആശ്ചര്യപ്പെട്ടു പോയി. കണ്ടോ, അവൻ യഹൂദനാണ്, അവൻ കുളിക്കാതെ വന്നത് കണ്ടോ എന്ന് ആശ്ചര്യപ്പെടുക എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരോട് അതിന്റെ 39-ാം വാക്യം, പരീശന്മാരായ നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഭക്ഷണത്തിനിരിക്കുമ്പോൾ കുളിക്കുന്നു, പക്ഷെ നിങ്ങളുടെ അകമോ ആമേൻ എന്ത് ചെയ്യുന്നു? സകല കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്ന ഭാഗമാണ് നമ്മൾ അവിടെ വായിച്ചത്. എന്താണ് വായിച്ചത്? മൂഢന്മാരെ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ചിലപ്പോൾ ആദ്യമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. പ്രൈസ് ദി. നമ്മൾ ശുദ്ധമാകുന്നതിന് വേണ്ടി യോർദാനിലൊക്കെ പോയി കുളിക്കാറുണ്ട്. കുഞ്ഞാട്ടിന്റെ രക്തം കൊണ്ട് കുളിച്ചോ നീ ശുദ്ധമാകാൻ എന്നൊക്കെ പാടി വെഞ്ചിലിരിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് നിന്നെ ശുദ്ധനാക്കുന്നില്ല. നീ വെള്ളത്തിൽ കുളിക്കുന്നത്, നീ സ്നാനപ്പെടുന്നത് യേശുവിനോട് ചേരുവാനാണ്. പ്രൈസ് ദി. പക്ഷെ നീ ശുദ്ധമാക്കണമെങ്കിൽ, നമ്മൾ ശുദ്ധമാക്കണമെങ്കിൽ യേശു പറയുന്നു, അകമേ ഉള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ. ആമേൻ. അപ്പോൾ പുറമെ എന്താണ് അകത്തിരിക്കുന്നത് ഭിക്ഷയായി കൊടുക്കാൻ? ഒരു യാചകൻ നമ്മുടെ വീട്ടിൽ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അമ്മേ വല്ലതും വിശക്കുന്നു, എനിക്ക് തരണം, എനിക്ക് വിശക്കുന്നു, വല്ലതും തരണം. അല്ലെങ്കിൽ ദാഹിക്കുന്നു, കുടിക്കാൻ വെള്ളം തരുമ്പോൾ ചോദിക്കുമ്പോൾ, യാചകൻ വന്ന് ചോദിക്കുമ്പോൾ അമ്മ കതക് തുറന്നിട്ട് പുറത്തുള്ളത് എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. ആമേൻ. അകത്തുള്ളതേ കൊടുക്കൂ. പുറത്തെന്താണ് ഇരിക്കുന്നത്? മൺമട്ടി, കൊടാലി, പിക്കാസ്, തേങ്ങ പൊതിക്കാനുള്ള പിക്കാസ്, കൊട്ട, ഇതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പൈസ. ആമേൻ. അതിനെ ഒന്ന് എടുത്തോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ല, എടുത്തും കൊടുക്കാറില്ല, പറയാറുമില്ല. പ്രൈസ് ദി. പക്ഷെ നമ്മൾ വീട്ടിനകത്തിരിക്കുന്നതാണ് നമ്മൾ എന്താണ് ഭിക്ഷയായി കൊടുക്കുന്നത്. അലമാരിയിലിരിക്കുന്നതോ ലോക്കറിലിരിക്കുന്നതോ അല്ലെങ്കിൽ അടുക്കളയിലിരിക്കുന്ന ഭക്ഷണം എന്താണ്? അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. പ്രൈസ് ദി. ഇവിടെയും യേശു അത് തന്നെ പറയുന്നത്, നിങ്ങൾ പുറത്തുള്ളതല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ കൊടുക്കേണ്ടത് അകമേ ഉള്ളതായി കൊടുക്കണം. പ്രൈസ് ദി. അകമേ ഉള്ളത് നിങ്ങൾ എന്താണ്? ഭിക്ഷയായി കൊടുക്കണം. ഈ വചനങ്ങളെ കേട്ടുകൊണ്ട് പലരും അകത്തുള്ളത് എന്താണ്? യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, അകത്തുള്ളത് ഭിക്ഷയായി കൊടുക്കാൻ. രക്തം കൊടുക്കുന്നവരുണ്ട് ദാനധർമ്മമായി. ആമേൻ. കിഡ്നി കൊടുക്കുന്നവരുണ്ട്, ലിവർ കൊടുക്കുന്നവരുണ്ട്, അതെ, മജ്ജകൾ കൊടുക്കുന്നവരുണ്ട്, ബ്രെയിൻ കൊടുക്കുന്നവരുണ്ട്, കണ്ണുകൾ കൊടുക്കുന്നതെല്ലാം ദാനധർമ്മം ചെയ്യാറുണ്ട്. മാത്രമല്ല ചിലർ ആമേൻ തന്റെ ശരീരം തന്നെ മരണാനന്തരം ആമേൻ ദാനമായി കൊടുക്കാറുണ്ട്. കോളേജ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ദാനധർമ്മം ചെയ്യാറുണ്ട്. പ്രൈസ് ദി. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, ആമേൻ ഒരു ശരീരം കൊടുക്കുവാൻ അദ്ദേഹം എഴുതി വെച്ചു. പക്ഷേ ആ ശരീരം അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ കേസ് പറഞ്ഞതും കോടതിയിലൊക്കെ പോയി ഇറങ്ങിയതും ആമേൻ നമ്മൾ വായിച്ചു കേട്ട് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല ദൈവം കൊടുക്കാൻ പറഞ്ഞത്. അതൊന്നും എല്ലാം കൊടുക്കണം, കൊടുക്കല്ലെന്ന് പറയുന്നില്ല. പ്രൈസ് ദി. ആമേൻ. കൊടുക്കുന്നവരും കൊടുക്കട്ടെ. പക്ഷെ യേശു പറയുന്നത്, നീ ശുദ്ധനാകുന്നതിന് വേണ്ടി നീ കൊടുക്കേണ്ടത് അകമേ ഉള്ളത് കൊടുക്കണം. അകത്തെന്താണ് ഇരിക്കുന്നത്? നമുക്ക് ഭിക്ഷയായി കൊടുപ്പാൻ. നമ്മൾ ശുദ്ധരാകുന്നതിന് വേണ്ടി എന്താണ് ദൈവം അവിടെ വച്ചിരിക്കുന്നത്? ദൈവ മക്കളെ, മനുഷ്യൻ എന്ന് പറയുന്നത് നടക്കുന്ന ഒരു വൃക്ഷമാകുന്നു. ഹല്ലേലൂയ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നടക്കുന്ന വൃക്ഷമാണ് നീ. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും നടക്കുന്ന വൃക്ഷമാണ്. പ്രൈസ് ദി. നിൽക്കുന്ന മരമുണ്ട്, പറമ്പിൽ നിൽക്കുന്ന മരമുണ്ട്. ആമേൻ. ആ മരത്തെ കുറിച്ചല്ല പറയുന്നത്, നടക്കുന്ന വൃക്ഷമാണ്. ഈ നടക്കുന്ന വൃക്ഷത്തിൽ സ്തോത്രം 9 ഫലമുണ്ടായിരിക്കും.
9 ഫ്രൂട്ടുകൾ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ രക്ഷിപ്പിക്കാൻ ഭിക്ഷയായി കൊടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. മധുരമുള്ളത്, അതേ ഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വൃക്ഷമായ മനുഷ്യരിൽ ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഹിന്ദുക്കളുണ്ടല്ലോ. ഹിന്ദുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മുസ്ലിങ്ങളെയും കണ്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികളെയും കണ്ടിട്ടുണ്ട്. ഒന്ന് കളങ്കമില്ലാതെ സംസാരിക്കുന്ന ഒരു കൂട്ടരേ ഉള്ളൂ ഇന്ന് വരെ ഞാൻ പ്രൈസ് ദി ലോർഡ് പഠിച്ചിട്ട്. അത് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കളങ്കമില്ലാതെ അവരുടെ ചിരി ചിലർ കാണും. നമ്മൾ നോക്കുകയാണെങ്കിൽ, പലരെയും നോക്കുകയാണെങ്കിൽ അവരുടെ ചിരി കളങ്കമില്ല, സംസാരത്തിൽ കളങ്കമല്ല. പക്ഷെ ക്രിസ്ത്യാനികൾ ഒന്ന് വച്ചിട്ടേ ചിരിക്കൂ, ഒന്ന് വച്ചിട്ടേ കരുതൽ വച്ചിട്ടേ സംസാരിക്കൂ. മറ്റവരും അങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരുടെ സംസാരങ്ങൾ കാരണം എന്താണ്? ഈ ഹിന്ദുക്കളുടെ ഉള്ളിൽ പിശാച് വസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിശാച് വസിക്കുന്നതെല്ലാം ക്രിസ്ത്യാനികളുടെ മേലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുസ്ലിങ്ങളുടെ ഉള്ളിലും പിശാച് വസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പിശാച് സ്തോത്രം ചെയ്യുന്ന കാവലാണ്. അവരുടെ കാവൽ പിശാചാണ്. ഹിന്ദുക്കൾക്കും പ്രൈസ് ദി ലോർഡ് പിശാചാണ് കാവലി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ക്രിസ്ത്യാനികളുടെ ഉള്ളിലാണ് പിശാചിന്റെ സാങ്കേതികം വസിക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് അകത്തേ ഉള്ളത് ഭിക്ഷയായി കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താണ് ഭിക്ഷ? മധുരമാണ്, മധുരക്കൈക്കനികളാണ് ഇവിടെ പറയുന്നത്. അത്തിപ്പഴം. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യനെ ദൈവത്തെ രസിപ്പിക്കുന്നതാണ്. ആമേൻ. പലർക്ക് രസിപ്പിക്കുവാൻ കഴിയുന്നില്ല. മുന്തിരിയുടെ അനുഭവം മനുഷ്യനെ ദൈവത്തെ രസിപ്പിക്കുന്നതാണ്. അത് അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വർഷം അത് അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ നാവിൻ കീഴിൽ തേനും പാലും ഉണ്ടായിരിക്കണം, അകത്ത് നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. ദാനമായി കൊടുക്കണ. ഇവിടെ കർത്താവ് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ആത്മഫലങ്ങൾ കൊടുക്കണ. 9 ഫലം. സ്നേഹം അകത്തു നിന്നാണ് പുറത്തു കൊടുക്കേണ്ടത്. സ്നേഹം അത് വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. സ്നേഹം ഉതിർന്നു പോകുന്നില്ല, ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. സ്നേഹത്തിന്റെ ഫല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ, അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ഫലം നമ്മുടെ അകത്തിരിക്കുന്നു. അതിനെ എടുത്ത് പുറത്ത് കൊടുക്കണം, ഭിക്ഷയായി കൊടുക്കണം. ഇതാ നിനക്ക് സ്നേഹം. നീ ദുഃഖിച്ചിരിക്കുന്ന എന്തിനാണ്, നീ വേദനിച്ചിരിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതാണ് ആ ഫലത്തിന്റെ പ്രത്യേകത. കരുണ കാണിക്കുന്ന ഫലം അകത്തിരിക്കുന്നു, അതിനെ എടുത്ത് കൊടുക്കണം. കരുണ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ളവനായിരിക്കണം, ദയവുള്ളവനായിരിക്കണം, ദീർഘക്ഷമയുള്ള. ഇതെല്ലാം ഫലങ്ങളാണ്, ആത്മാവിന്റെ ഫലങ്ങൾ. നടക്കുന്ന വൃക്ഷത്തിൽ കായ്ക്കുന്ന ഫലമാണ് ഈ ഫലങ്ങൾ. നീ ഭിക്ഷയായി നീ കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. ചില ഫലങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ ഇരിക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ കായ്ക്കും ഫലം ഇഷ്ടം പോലെ ഉണ്ട്, അതിനെല്ലാം പുഴുക്കുത്തു പിടിച്ചിരിക്കുന്നു. മാങ്ങയുണ്ടല്ലോ, മാങ്ങ അതിനെ സ്വന്തം കാണാൻ ഭംഗിയാണ്, ചൂകി നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കൃമികൾ നിറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ ഡംബൂട്ടാൻ എന്ന് പറഞ്ഞ ഒരു വൃക്ഷമുണ്ട്, അതിൽ കായ്ക്കുന്ന എല്ലാം പുഴുക്കുത്താണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. അകത്ത് ഫലം വൃക്ഷമുണ്ട്, പക്ഷെ കായ്ക്കുന്നതെല്ലാം പ്രയോജനമില്ലാത്തതാണ്. ചിലരുടെ ഉള്ളിൽ ഇരിക്കുന്നത് മണ്ടരി പിടിച്ച തെങ്ങിനെ പോലെയാണ്. തെങ്ങിനെ നിങ്ങൾക്ക് മണ്ടരി പിടിച്ച തെങ്ങിൽ ഇഷ്ടംപോലെ കായ്ക്കും, ഒരു മച്ചങ്ങയും പിടിക്കാറില്ല, എല്ലാം കൊഴിഞ്ഞു പോകും. അതൊന്നും പ്രയോജനമില്ല. അതിനെ വെട്ടി മുറിച്ച് സ്തോത്രം ചെയ്യുന്നു, ചുള്ളക്കാരന് കൊടുക്കും, വിറകിന് കൊടുക്കും. അതാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. കോടാലി വച്ചിരിക്കുന്നു, ഫലമില്ലാത്ത വൃക്ഷത്തിനെ വെട്ടിമുറിക്കുക. കർത്താവ് പറയുന്നില്ല, ഇല്ല. ദൈവമക്കളെ, 2024 തീരാൻ പോകുകയാണ്. എത്രയോ വർഷം കൊണ്ട് ഫലമില്ലാതെ കായ്ക്കാതെ, മറ്റുള്ളവർക്ക് സ്തോത്രം ചെയ്യുന്നു, ശത്രുവിനെ സ്നേഹിക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ, ആമേ, നമ്മുടെ ജീവിതം മുരടിച്ച് തെങ്ങിനെ പോലെ മണ്ടേരി പിടിച്ച് കൊച്ചങ്ങയെല്ലാം നിന്റെ മച്ചങ്ങയെല്ലാം സ്തോത്രം ചെയ്യുന്നു, കൊഴിഞ്ഞ് ഒന്നിനും പ്രയോജനമില്ലാത്തവരായി ആമേ ആത്മീയ ഭക്ഷണങ്ങൾ കഴിച്ച് തിന്ന് പന പോലെ വളരുകയാണ്. ഫലമില്ലാത്ത വൃക്ഷത്തിനെ യേശു ശപിച്ചു. നിന്നിൽ ഇനി ഒരു നാളും ഫലമില്ലാതെ പോകട്ടെ. അകത്തുള്ളത് ഭിക്ഷയായി കൊട്. നിന്റെ ഭർത്താവിന് കൊട്, നിന്റെ ഭാര്യയ്ക്ക് കൊട്, നിന്റെ മക്കൾക്ക് കൊട്, നിന്റെ അയൽവാസികൾക്ക് കൊട്, ശത്രുവിന് കൊട്. എന്നാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ആമേൻ. അകത്തുള്ളത് ഭിക്ഷയായി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹം നീ കൊടുക്കണം, സമാധാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നോക്കുക, ഭിക്ഷയായി കൊടുത്തത് യേശുവിന്റെ ശത്രുക്കളാണ്. അവസാനത്തെ സ്തോത്രം ചെയ്തു 12 ശിഷ്യന്മാർ. യേശുവിന് കഷ്ടത വന്നപ്പോൾ, യേശുവിന് ക്രൂശിയാരോപണം വന്നപ്പോൾ എല്ലാവരും വിട്ടോടി. സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ നോക്കുക. ആമേൻ. പ്രാതൽ കൊണ്ടുപോവുകയാണ്.
ഭക്ഷണം കൊണ്ടുപോവുകയാണ്. ശത്രുവിനെ സ്നേഹിക്കുവാൻ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരുവേൻ. പ്രാതൽ ഒരുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ കഴിച്ചുകൊള്ളുവേൻ. അതാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. നല്ല ഫലം നിങ്ങൾ കായ്ക്കണം. അകത്തുള്ളത് നിങ്ങൾ ഭിക്ഷ കൊടുക്കണം. മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കണം. ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. നഗ്നരായവയെ നിങ്ങൾ ഉടുപ്പിക്കണം. രോഗികളായിരിക്കുന്നവരെ നിങ്ങൾ ചെന്ന് കാണണം. ഈ ചെറിയ ഒരുത്തരി ചെയ്തത് എനിക്ക് ചെയ്തിരിക്കുന്നു. അതാണ് അകത്തെ ഫലം. അപ്പോൾ നിങ്ങൾ ശുദ്ധരായി തീരും. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ല, യേശുവിന്റെ രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞിട്ട്, നീ പള്ളിയിൽ പോയെന്ന് പറഞ്ഞിട്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടെന്ന് പറഞ്ഞിട്ട്, സഭാ രജിസ്റ്ററിൽ നിന്റെ പേരുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, സ്വർഗം കണി കാണുകയില്ല. ഇത് സ്വപ്നം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വർഗത്തിൽ പോകണമെങ്കിൽ, യേശുവിനോട് കൂടി വസിക്കണമെങ്കിൽ അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ. അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പേ. ഒരുപക്ഷെ നിങ്ങൾക്ക് സമ്പത്തില്ലായിരിക്കാം, നിങ്ങൾക്ക് വക ദാനധർമ്മങ്ങൾ ഒന്നുമില്ല ചെയ്യാൻ കഴിയില്ലായിരിക്കാം, ആമേൻ, ദാരിദ്ര്യ ദുഃഖത്തിലായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ മക്കളെ, നിങ്ങളെ അകത്തെ വൃക്ഷം ഫലം കാച്ചുകൊണ്ടിരിക്കേ, നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അകത്തെ ഫലം 9 ഫലവും കായ്ക്കണമെങ്കിൽ ഓരോ ഫലത്തിനും ഓരോ വ്യത്യാസ രുചികളാണ്. ഓറഞ്ചിന്റെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, അതിന്റെ രുചിയാണോ സ്വത്രം ചെയ്യുന്ന ആപ്പിളിൻ്റെത്? ആപ്പിളിന്റെ രുചിയാണോ സ്വത്രം പേരയ്ക്കുള്ളത്? പേരയ്ക്കയുടെ രുചിയാണോ മുന്തിരിക്കുള്ളത്? അത്തിപ്പഴം നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഒരു വർഷം കഴിച്ചിട്ടില്ലേ? ഓരോന്നിനും ഓരോ രുചിയാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ ഗുണങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഈ ആത്മീയ ഫലത്തിനും ഓരോ ഫലങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിൽ ഇരിക്കുന്നവർ, രോഗത്തിൽ ഇരിക്കുന്നവർ, നിരാശയിൽ ഇരിക്കുന്നവർ, മരണഭീതിയിൽ ഇരിക്കുന്നവർ, കടഭാരത്തിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ആത്മാവിന്റെ ഫലം കൊടുക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടാകുക, അവർക്ക് ചൈതന്യം ഉണ്ടാകുക, അവർക്ക് ബലമുണ്ടാകുക, അവർക്ക് ദീർഘായുസ് ഉണ്ടാകുക. അങ്ങനെ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും. പൂർണ്ണമായി 9 ഫലവും കായ്ക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എലിസബത്തിനെ കണ്ടപ്പോൾ, ആമേൻ, മറിയയുടെ വന്ദനം കേട്ടപ്പോൾ ഉള്ളിൽ കകത്ത് കിടന്ന പുള്ള പുള്ളി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പൂർണ്ണ ഹൃദയം, പൂർണ്ണമായി അവളെ സ്നേഹിച്ചു. പൂർണ്ണമായ ഹൃദയം കൊണ്ട് ആ വന്ദനത്തിന്റെ ഇമ്പമായ ശബ്ദം കേട്ടപ്പോൾ, ആ വന്ദനത്തിന്റെ ഇമ്പമായ സ്തോത്രം കേട്ടപ്പോൾ, ആമേൻ, സ്തോത്രം, ആ പാട്ടിന്റെ സ്വരം കേട്ടപ്പോൾ, ആ പ്രസംഗത്തിന്റെ സ്വരം കേട്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഹൃദയം ആനന്ദിക്കുന്നത് പോലെ ദൈവമക്കളെ, നിങ്ങൾ ആത്മാവിന്റെ ഫലം കായ്ക്കുന്നവരായിരിക്കണം. എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടോ? കർത്താവ് പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, അധിക ഫലം കായ്ക്കണം, അധിക ഫലം കായ്ക്കണം, വെടിപ്പാക്കണം. ചിലർ പറയണം, തന്നാൽ മതി, വളമിട്ടാൽ മതി, ആമേ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളവിടുക മാത്രമല്ല, ആമേൻ, ഫലം കായ്ക്കുമ്പോൾ അതിന് അധിക ഫലം കായ്ക്കുന്നതിന് വേണ്ടി അതിനെ ചെത്തി വെടിപ്പാക്കി വിടണമെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. നിങ്ങൾ നല്ല ഫലം കായ്ക്കുന്ന, നിങ്ങൾ നടക്കുന്ന വൃക്ഷമാണ്. നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം എല്ലാ ദൈവമക്കളും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് സ്വതന്ത്ര ദോഷം ചെയ്യാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം. അവർ ഒരുപക്ഷെ ദൈവമക്കളായിരിക്കുകയില്ല, അവർ ജാതികളായിരിക്കും. ജാതി എന്ന് വിധിയെഴുതി തള്ളരുത്. ജാതി എന്ന് വിധി എഴുതി അവർക്ക് വന്ദനം കൊടുക്കാതെ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവരെ നിങ്ങൾ ബഹുമാനിക്കണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന നല്ല ഫലങ്ങൾ കൊടുക്കുമ്പോൾ അവരെ നിനക്ക് നേടുവാൻ കഴിയും, അല്ലാതെ നേടുവാൻ കഴിയില്ല. എന്തുമാത്രം പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ടോ, എന്തുമാത്രം പാടിയെന്ന് പറഞ്ഞിട്ടോ, എന്തുമാത്രം ദാനധർമ്മം കൊടുത്തെന്ന് പറഞ്ഞാലോ ഒരാത്മാവിനെ നേടുവാൻ കഴിയില്ല. ഇവിടെ തന്നെ നോക്കുക, എത്രയോ പേർക്ക് ദാനധർമ്മം കൊടുത്തവരാണ്. ആരെങ്കിലും ഉണ്ടോ നിങ്ങളോട് കൂടെ ഇന്ന് ആരാധിക്കുവാൻ? ആരെങ്കിലും ഉണ്ടോ നിങ്ങളോട് കൂടി സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെ വരുവാൻ? നോ നോ നോ. നീ എന്തുമാത്രം കൊടുത്തിരുന്നാൽ പുണ്യപ്രവർത്തികളെല്ലാം കറവുറണ്ട തുണി പോലെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ നേടുവാൻ കഴിയുന്നത് ആത്മാവിന്റെ ഫലം കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. അകമേ ഉള്ളത് കൊടുക്കുമ്പോൾ നമ്മൾ അതേ ശുദ്ധരായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധി തികച്ചു നാം വിശുദ്ധി